ഹേയ്, സോനയാണ് ടിമാംജാമിലെ മെൻറ്ററാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ. നമുക്ക് ഇഷ്ടമായിരിക്കും സുഹൃത്തുക്കളെ. പക്ഷെ നമ്മൾ ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? എ ട്രൂ ഫ്രണ്ട് സ്റ്റേ വിത്ത് യു ഇൻ ഓൾ ടൈംസ് ഓഫ് ട്രബിൾ എന്നാണ് പറയാ. വിച്ച് മീൻസ് നമ്മളുടെ ലൈഫിൽ എന്തൊരു ട്രബിൾ ഉണ്ടാകുന്ന സമയത്തും ആ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വേണം. നമുക്കതിനെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റോറി നോക്കാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കരടിന്റെ മുന്നിൽ പെട്ടു. പെട്ടെന്ന് എന്ത് ചെയ്തു, അതിൽ ഒരു സുഹൃത്ത് വേഗം ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ എന്ത് ചെയ്തു, വേഗം നിലത്ത് മരിച്ചതുപോലെ കിടന്നു. ആ സമയത്ത് ആ കരടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ചുറ്റിലൊന്ന് നടന്ന ശേഷം തിരിച്ചുപോയി. കാരണം അവൻ മരിച്ചെന്ന് മേ ബി ആ കരടിയും കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ആ മരത്തിന് മുകളിൽ കയറിയ ഫ്രണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് അവനോട് പറഞ്ഞു, ഓ നീ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞു. അപ്പോൾ ഈ നിലത്ത് മരിച്ചതുപോലെ വീണ് കിടന്ന സുഹൃത്ത് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ആ മരത്തിൽ കയറിയ സുഹൃത്ത് ചോദിച്ചു, അല്ല ആ കരടി എന്താ നിന്റെ ചെവിയിൽ മർമർ ചെയ്തത്? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഒരാപത്ത് വരുന്ന സമയത്ത് നിന്റെ കൂടെ നിൽക്കാത്തൊരു വ്യക്തിയെ നീ ഒരിക്കലും സുഹൃത്തായി കാണരുത്. ഈ സുഹൃത്തായി ഇത് പറഞ്ഞ സമയത്ത്, ഒരാപത്ത് വന്ന സമയത്ത് സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയ ആ സുഹൃത്ത് ലജ്ജിച്ച് തല താഴ്ത്താനുണ്ടായത്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ ലൈഫിൽ ഒരു ട്രബിൾ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി നേരിടുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്താണ്. നേരെ മറിച്ച് നമ്മളെല്ലാ ഹാപ്പിനെസ്സിലും നമ്മളെ കൂടെ നിന്ന ഒരാൾ, പക്ഷെ നമുക്കൊരു പ്രോബ്ലം വന്ന സമയത്ത്, നമുക്കൊരു ഡിഫിക്കൽട്ടി വന്ന സമയത്ത് നമ്മുടെ കൂടെ അവർ നിൽക്കുന്നില്ല എങ്കിൽ അവർ ഒരിക്കലും ഒരു നല്ല സുഹൃത്താവുകയില്ല. അതുപോലെ തന്നെ ഒരാളെ നല്ലതിലേക്ക് നയിക്കാനും ചീത്തതിലേക്ക് നയിക്കാനും ഒരു സുഹൃത്തിന് സാധിക്കും. സോ എല്ലാവരും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതൽ കോൺഷ്യസ് ആവുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒരാളുടെ പണം കണ്ടോ അവരുടെ സൗന്ദര്യം കണ്ടോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരാണോ എന്ന് നോക്കിയിട്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.